ശ്രീജിത്തിനെ അത്ര പെട്ടെന്ന് മറക്കാൻ കേരളക്കരയ്ക്ക് ഒരിക്കലും സാധിക്കില്ല. പക്ഷേ ശ്രീജിത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്ത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവിടെയാണ് നമ്മൾ തല കുനിച്ചു പോകുന്നുള്ളത്. വളരെ പെട്ടെന്ന് തന്നെ ശ്രീജിത്തിന് ജാമ്യം ലഭിച്ചു. 153A വകുപ്പ് ചാർത്തിയിട്ടും ഇത്ര പെട്ടെന്ന് എങ്ങനെ ജാമ്യം ലഭിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രീജിത്തിന് വേണ്ടിയിട്ട് പോരാടാനും ശ്രീജിത്തിന് വേണ്ടിയിട്ട് ശബ്ദിക്കാനും ഈ നാട്ടിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട് എന്നുള്ളതാണ്, ഒരു സംഘടന ഉണ്ട് എന്നുള്ളതാണ്. അത് BJP ആണ്, സംഘടന RSS ആണ്. ഈ രണ്ടും ഈ നാടിന് ആപത്താണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ശ്രീജിത്ത്. ശ്രീജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ശ്രീജിത്തിന്റെ മുഖം നമ്മൾ കണ്ടതാണ്. മതിൽ ചാരി നിന്ന് തല പൊക്കാനാകാത്ത അവസ്ഥയിൽ താൻ ചെയ്തത് എന്തോ ഒരു വലിയ മഹാപാപമാണെന്ന് സ്വന്തം വിലയിരുത്തിയ ശ്രീജിത്തിന്റെ മുഖം അന്ന് സ്റ്റേഷനിൽ വെച്ച് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് തന്നെ ഇനി ആരും സംരക്ഷിക്കില്ല എന്ന ഒറ്റപ്പെടൽ തന്നെയാണ്. പക്ഷേ അവിടെ നിന്ന് റിമാൻഡിലായ ശ്രീജിത്ത് പിന്നീട് പുറത്തു വരുന്ന സമയത്ത് നമ്മൾ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ്. ശ്രീജിത്തിന് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കാൻ, ശ്രീജിത്തിന് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ, ശ്രീജിത്തിന് ആവേശം പകർന്നു നൽകാൻ, ശ്രീജിത്തിന് മാലകൾ അണിയിച്ചു നൽകാൻ, ശ്രീജിത്തിന് വമ്പൻ സ്വീകരണം ഒരുക്കാൻ കുറെ ആളുകൾ പുറത്ത് കൂടി നിന്നിട്ടുണ്ട്. ശ്രീജിത്ത് പോയത് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് ശബ്ദിച്ചിട്ടല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഈ രാജ്യത്തെ ജനങ്ങളോടൊപ്പം പോരാടിയ മുസ്ലിം ജനതയെ ആക്ഷേപിച്ചതിന്റെ പേരില്, അവരെ അവഗണിച്ചതിന്റെ പേരില്, അവർക്ക് നേരെ വർഗീയ വിദ്വേഷം ചൊരിഞ്ഞതിന്റെ പേരിലാണ് ശ്രീജിത്ത് അകത്തു പോയിട്ടുള്ളത്. എന്താണ് ശ്രീജിത്ത് ആ ദൃശ്യത്തിലൂടെ വിളിച്ചു പറഞ്ഞത്? ഷാഹിൻ ബാഗിലെ കൊഴുപ്പ് കൂടിയ സ്ത്രീകൾ എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഷാഹിൻ ബാഗിലെ പ്രതിഷേധക്കാർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടാനുള്ള ഒരു കലാപാഹ്വാനം തന്നെയായിരുന്നു ശ്രീജിത്ത് തന്റെ ദൃശ്യത്തിലൂടെ പുറത്തുവിട്ടിരുന്നത്. അങ്ങനെയുള്ള ഒരു വർഗീയവാദി, അങ്ങനെയുള്ള തീവ്ര മനോഭാവ ചിന്തകൻ, അങ്ങനെ വേണം ഇതിനെ വിശേഷിപ്പിക്കാൻ. അത് മാത്രമല്ല, തോക്കുകളുമായി നിൽക്കുന്ന എത്രയോ ചിത്രങ്ങൾ, വെറും ഒരു മുദ്രാവാക്യത്തിന്റെ പേരിൽ UAPA ചാർത്തി ഇന്നും ജയിലിൽ കിടക്കുന്ന മനുഷ്യർ, നിരപരാധികൾ ഇവിടെ ഉണ്ടാകുന്ന സമയത്താണ് ഇതിനെപ്പോലെ വർഗീയ പരാമർശം ശക്തമായ ഭാഷയിൽ തുറന്നടിച്ചു പറഞ്ഞ ഇതിനെ പോലെയുള്ള ആളുകൾക്ക് ഇവിടെ വമ്പൻ സ്വീകരണം ലഭിക്കുന്നത്, പുല്ലു പോലെ ദിവസങ്ങൾക്കകം പുറത്തു വരുന്നത്. ചിന്തിക്കണം, അവരുടെ കൂടെ ഉണ്ടായത് BJP-ക്കാരാണ്. അവർക്ക് പരിപൂർണ പിന്തുണ നൽകുന്നത് യുവമോർച്ചക്കാരാണ്. അവർ ഈ നാടിന് തന്നെ അപകടം എന്ന് തന്നെ പറയേണ്ടതുണ്ട്. കാരണം ഇതുപോലെ വർഗീയ പരാമർശം വലിയ രീതിയിൽ പറഞ്ഞ് നാടിനെ ഭീതിയിലാക്കുന്നവർക്ക് തണലാകുന്ന കൂട്ടത്തിൽ ഇനിയും നല്ലവരായ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയിട്ടുള്ള ഹൈന്ദവരുണ്ടെങ്കിൽ തിരിച്ചറിയുക, നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇതുപോലെ വർഗീയ വിദ്വേഷം ചൊരിഞ്ഞവനെ സംരക്ഷിക്കാൻ ആളുകളുണ്ട് എന്ന് പറയുന്നത് അപമാനമാണ്. മുസ്ലിം സമൂഹത്തോട് ഇനിയെങ്കിലും കുറച്ചെങ്കിലും സ്നേഹമുള്ളവരുണ്ടെങ്കിൽ അക്കൂട്ടത്തിൽ നിന്നും മാറി മതേതര പക്ഷത്തേക്ക് വരണമെന്ന് ഈ വിനീതൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഇത് അപമാനം തന്നെയാണ്. കുറച്ച് ദിവസത്തിനകത്ത് തന്നെ ഇവരെ പോലെയുള്ള കൃമികൾക്ക് ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ ഇവർ വീണ്ടും വർഗീയ വിദ്വേഷ പ്രചാരകരായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.